നമസ്കാരം. ഡിഫറൻഷിയേഷൻ്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷനുകളുടെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തേത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതിനാദ്യം നമ്മൾ പഠിക്കാനുള്ളത് d/dx of sin inverse x. That means derivative of sin inverse x is equal to 1/√1 minus x square. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്ന ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങുകയാണ്. ലെറ്റ് y is equal to sin inverse x. നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ. എഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ദെൻ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് തിരിച്ചും പറയാം. എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ദെൻ എഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് പറയാം ദ സൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്. നോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ വൈ ഓർക്കണം, സൈൻ വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എങ്ങനെ എടുക്കുക? സൈൻ വൈയുടെ ഡെറിവേറ്റീവ് അത് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ കോസ് വൈ എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് കോസ് വൈ ഇൻറ്റു dy/dx എന്ന് കൂടി വരും. ഈക്വൽ റൈറ്റ് സൈഡ് എക്സ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഈ പറഞ്ഞത്. കോസ് വൈ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ റൈറ്റ് സൈഡ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1. കോസ് വൈ ഇൻറ്റു dy/dx ഈക്വൽ ടു 1. അപ്പോൾ അവിടെ നിന്ന് dy/dx കിട്ടാൻ ആ കോസ് വൈ അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. dy/dx ഈക്വൽ ടു 1/cos y. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങിയത് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതി. അപ്പോൾ സൈൻ വൈയെ നമുക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1/cos y എന്നാണ്. അപ്പോൾ ഈ കോസിനെ സൈനിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ, സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ സൈൻ വൈക്ക് പകരം എക്സ് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ വൈയുടെ ടേംസിലേക്ക് കോസ് വൈയെ മാറ്റണം. അതിന് നമ്മൾ ട്രിഗണോമെട്രിയിൽ പണ്ട് തന്നെ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അതായത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നൊരു ഫോർമുലയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നതാണ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും. കോസ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോസ് വൈയെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. അപ്പോൾ 1/cos y എന്നുള്ളത് 1/√1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് വരും. ദാറ്റ് ഈസ് 1/√1 മൈനസ് സൈൻ സ്ക്വയർ വൈ. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, തുടക്കത്തിൽ കണ്ടതാണല്ലോ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്ന്. അപ്പോൾ സൈൻ വൈക്ക് പകരം എക്സ് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ സൈൻ സ്ക്വയർ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ആവുമല്ലോ. അപ്പോൾ ഇത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? dy/dx ഇസ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. dy/dx മീൻസ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? dy/dx മീൻസ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്തായിരുന്നു വൈ? മേളിൽ നോക്കൂ, ഏറ്റവും മുകളിലേക്ക് നോക്കുക. എന്തായിരുന്നു വൈ? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അപ്പോൾ ആ വൈക്ക് പകരം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാമല്ലോ. ഇവിടുത്തെ ഈ dy/dxൽ വൈക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ എന്താവും? d/dx ഓഫ് വൈ എന്നുള്ളതിന് വരെ സൈൻ ഇൻവേഴ്സ് എക്സ്. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടിയിരിക്കുന്നു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാമെന്ന് മാത്രമല്ല ഇതൊരു ഫോർമുലയായിട്ട് പഠിച്ചു വയ്ക്കുകയും വേണം. അടുത്ത ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അടുത്തത് d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. കോസ് ഇൻവേഴ്സ് എക്സ് വന്നപ്പോൾ അത് ഡെറിവേറ്റീവ് മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് ആയി. അതായത് ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡെറിവേറ്റീവുകൾ തമ്മിൽ ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇതുപോലെ നമുക്ക് തുടങ്ങാം. കോസ് ഇൻവേഴ്സ് എക്സിനെ വൈ എന്നെടുത്തു. ലെറ്റ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ദെൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് കോസ് വൈ ഈക്വൽ ടു എക്സ് എന്നാവും. ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ശ്രദ്ധിക്കണേ, കോസ് വൈ ആണ്. കോസ് വൈ എന്ന് പറയുമ്പോൾ അത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്.
ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് വൈ അല്ല, വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും? കോസ് വൈയുടെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ വൈ ആണ്. അത് പക്ഷേ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൂടി വരും. മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈറ്റ് സൈഡിൽ എക്സ് ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ മൈനസ് സൈൻ വൈ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 1 ബൈ മൈനസ് സൈൻ വൈ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ മൈനസ് സൈൻ വൈ എന്ന് കിട്ടുന്നു അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ മൈനസ് സൈൻ വൈ. ആ മൈനസ് സൈൻ മുകളിലേക്ക് കൊടുക്കാം. അപ്പം മൈനസ് 1 ബൈ സൈൻ വൈ. വീണ്ടും പ്രശ്നം വന്നിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ് കോസ് വൈ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ കോസ് വന്നാൽ അതിന് എക്സ് എന്ന് എഴുതാം, കോസ് വൈ എന്ന് വന്നാൽ. പക്ഷേ വന്നിരിക്കുന്നത് സൈൻ വൈ ആ, മൈനസ് 1 ബൈ സൈൻ വൈ എന്നാണ്. അപ്പോൾ ആ സൈൻ വൈയെ കോസ് വൈയുടെ ടേംസിലേക്ക് മാറ്റാൻ, അതിന് നമ്മൾ നേരത്തെ കണ്ട കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന ഫോർമുല കണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ള ഫോർമുലയാണ് സൈൻ സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ അവിടുന്ന് സൈൻ എക്സ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ സൈൻ എക്സിനെ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ മൈനസ് 1 ബൈ സൈൻ വൈ, അതിലെ സൈൻ വൈയെ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് എഴുതാം. എന്തിനാണ് അങ്ങനെ എഴുതിയത്? അങ്ങനെ എഴുതിയാലുള്ള ഗുണം ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഈ കാണുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന കാര്യം എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ. അപ്പോൾ കോസ് വൈക്ക് പകരം എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഈ മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ, അതിലെ കോസ് വൈക്ക് നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ കോസ് സ്ക്വയർ വൈ എക്സ് സ്ക്വയർ ആവും. അപ്പം മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ആ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ ആ വൈക്ക് പകരം നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, that means d by dx of cos inverse x equal to minus 1 by root of 1 minus x square എന്ന് കിട്ടി. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇവിടെ ഈ സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡെറിവേറ്റീവുകൾ ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അടുത്ത് നമുക്ക് അടുത്ത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എങ്ങനെ തുടങ്ങാം? ലെറ്റ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ദെൻ ഇൻവേഴ്സ് ഡെഫിനിഷൻ ഉപയോഗിക്കുമ്പോൾ ടാൻ വൈ ഈക്വൽ ടു എക്സ്. നൗ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ടാനിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 6 സ്ക്വയർ ആണെന്ന്. അപ്പോൾ ടാൻ വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 6 സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ വൈ അത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അതുകൊണ്ടാണ് 6 സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരിക. ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1 ആണ്. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണാനായി 6 സ്ക്വയർ വൈ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 6 സ്ക്വയർ വൈ. വീണ്ടും നമുക്ക് ഇതിൻ്റെ തുടക്കം നോക്കിയാൽ ടാൻ വൈ ഈക്വൽ ടു എക്സ് എന്നുണ്ട്. അതായത് എക്സ് ടാൻ വൈക്ക് പകരം നമുക്ക് എക്സ് എഴുതാം. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 6 സ്ക്വയറാണ്. 6 സ്ക്വയറിനെ ടാനിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാം. എങ്ങനെ മാറ്റാൻ കഴിയും? അതിനാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോർമുല. ഏത് ഫോർമുല? 6 സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അത് ട്രിഗണോമെട്രിയിലെ ഒരു ഫോർമുലയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 6 സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് മൈനസ് ടാൻ സ്ക്വയർ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ 6 സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നാവും. 6 സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഈ 6 സ്ക്വയർ വൈക്ക് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. ഈ ഫോർമുലയാണ് ഉപയോഗിച്ചത്. 6 സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ അങ്ങനെ എന്തിനാണ് 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതിയത്? അത് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ കാണാം ടാൻ വൈ ഈക്വൽ ടു എക്സ്. അപ്പോൾ ടാൻ വൈക്ക് പകരം എക്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താവും? 1 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. ടാൻ വൈക്ക് എക്സ് കൊടുക്കാം. അപ്പോൾ ടാൻ സ്ക്വയർ വൈ എക്സ് സ്ക്വയർ ആണ്. 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിൽ വൈ എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, വൈക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു
1/1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത റിസൾട്ട് d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്, അത് -1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഒന്ന് നോക്കൂ, ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും ഡെറിവേറ്റീവുകൾ ശ്രദ്ധിക്കുക. ഒരു സൈനിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സിൻ്റെത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, കോട്ട് ഇൻവേഴ്സിൻ്റെത് -1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. ദെൻ അറിയാലോ, ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷനാണ് കോട്ട് y ഈക്വൽ ടു എക്സ്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോട്ട് വൈയുടെ ഡെറിവേറ്റീവ് അത് മൈനസ് കൊസീക് സ്ക്വയർ വൈ ആണ്. മൈനസ് കൊസീക് സ്ക്വയർ വൈ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1 ആണ്. കോട്ട് വൈ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ കോട്ട് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ആണെങ്കിൽ മൈനസ് കൊസീക് സ്ക്വയർ വൈ എന്ന് മതി. പക്ഷേ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ടാണ് മൈനസ് കൊസീക് സ്ക്വയർ വൈ ഇൻറ്റു dy/dx എന്ന് കൂടി വന്നത്. റൈറ്റ് സൈഡ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1. അപ്പോൾ dy/dx കാണാൻ ആ മൈനസ് കൊസീക് സ്ക്വയർ വൈ റൈറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു 1/-മൈനസ് കൊസീക് സ്ക്വയർ വൈ. ആ മൈനസ് നമുക്ക് മുകളിലേക്ക് എഴുതാം. അപ്പോൾ എന്താ പറ്റുക, മൈനസ് അങ്ങ് മുകളിൽ പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, -1 കൊസീക് സ്ക്വയർ വൈ എന്ന് കിട്ടുന്നു. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാം കോട്ട് വൈ ആണ് എക്സ്. കോട്ട് വൈ ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ കോട്ട് വൈ വന്നാൽ എക്സ് എഴുതാം, പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് കൊസീക് സ്ക്വയർ വൈ ആണ്. അപ്പോൾ കൊസീക്കിനെ കോട്ടിലേക്ക് മാറ്റാൻ കഴിയുമോ? കോട്ടിലേക്ക് മാറ്റിയാലുള്ള ഗുണം കോട്ട് വൈക്ക് പകരം എക്സ് എഴുതാം. അപ്പോൾ ഈ കൊസീക് സ്ക്വയർ വൈയെ കോട്ട് വൈയിലേക്ക് മാറ്റാൻ പറ്റുമോ, ഇതാണ് നോക്കുന്നത്. അതിനാണ് ഈ റൈറ്റ് സൈഡിലെ ഈ ഫോർമുല കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അത് ഫോർമുലയാണ്. അതിൽ മൈനസ് കൊസീക് കോട്ട് സ്ക്വയർ എക്സ് റൈറ്റിലേക്ക് മാറ്റിയാൽ കൊസീക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. കൊസീക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ഈ കൊസീക് സ്ക്വയർ വൈക്ക് പകരം 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടുന്നു, -1/1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ. -1/1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ. വാട്ട് ഈസ് കോട്ട് വൈ? ഇറ്റ് ഈസ് എക്സ്. Then what is cot square y? It is x square. Cot y x ആണ്. അപ്പോൾ cot square y x square ആണ്. അപ്പോൾ എന്ത് കിട്ടും, -1/1 പ്ലസ് cot square y, it is x square 1 plus x square -1/1 plus x square. അങ്ങനെ d/dx of cot inverse x is equal to -1/1 plus x square എന്ന് കിട്ടി. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിരുന്നു, അത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു. പക്ഷേ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. രണ്ടും തമ്മിൽ ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്. അതിൽ ആദ്യത്തേത് സീക്ക് ഇൻവേഴ്സ് എക്സ്. d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ -1. അതിനിങ്ങനെ തുടങ്ങുകയാണ്. ലെറ്റ് y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. ദെൻ സീക്ക് y ഈക്വൽ ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് വൈ ടാൻ വൈ ഇൻറ്റു dy/dx എന്ന് വരും, ഈസ് ഈക്വൽ ടു 1. ആ സീക്ക് വൈ ടാൻ വൈ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു 1/സീക്ക് വൈ ടാൻ വൈ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സീക്ക് വൈ ആണ് എക്സ്. അപ്പോൾ സീക്ക് വൈക്ക് പകരം നമുക്ക് എക്സ് എന്ന് എഴുതാം. പക്ഷേ ടാൻ വൈ എന്ത് ചെയ്യും? അപ്പോൾ ടാനിനെ സീക്കിലേക്ക് മാറ്റണം. അതിന് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഫോമുല തന്നെയാണ് സിക്സ് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസിക്കൽ 1 എന്ന ഫോമുലയാണ്. പക്ഷേ നമുക്ക് ടാനിനെയാണ് സീക്കിലേക്ക് മാറ്റേണ്ടത്. അതിന് നിങ്ങൾ ഈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് അങ്ങ് വലത്ത് മാറ്റുക, 1 ഇപ്പുറം കൊണ്ടുവരിക. മൈനസ് ടാൻ സ്ക്വയർ എക്സ് അപ്പുറം പോകും, പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആവും. 1 ലെഫ്റ്റ് വരുമ്പോൾ -1 ആവും. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സ് -1 ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് എന്നാവും. ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ എക്സ് -1. അപ്പോൾ ടാൻ എക്സോ അത് റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ എക്സ് -1. അപ്പോൾ ടാൻ വൈക്ക് പകരം റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ വൈ -1. ഇതിൻ്റെ സീക്കിലേക്ക് മാറ്റാൻ കാരണം സീക്ക് വൈക്കാണ് എക്സ് എന്ന് എഴുതുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ, അതായത് ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ചെയ്തപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്തു. എന്തായിരുന്നു, നമ്മൾ സീക്കിനെ നമ്മൾ ടാനിലേക്ക് മാറ്റുക ചെയ്തത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. എന്താണ്, ടാനിനെ സീക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ എക്സ് -1 ആണ്. അപ്പോൾ 1/സീക്ക് വൈ അതുപോലെ തന്നെ എഴുതി. ടാൻ വൈക്ക് പകരം റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ വൈ -1. ഇനി ഈ കാണുന്ന
എക്സിന് പകരം സീക്ക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 ബൈ സീക്ക് വൈക്ക് വരെ എക്സ് കൊടുക്കുന്നു ഇൻറ്റു റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ വൈ ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഈ വൈ എന്ന് പറഞ്ഞാൽ അത് സീക്ക് ഇൻവേഴ്സ് എക്സാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, വൈക്ക് വരെ സീക്ക് ഇൻവേഴ്സ് എക്സ് എഴുതാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. ഇനി ഒന്നുകൂടിയുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അത് നേരത്തെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൽ നിന്നുള്ള വ്യത്യാസം മൈനസ് സൈൻ വരും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, എങ്കിൽ ഞാൻ ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, ദെൻ കൊസീക്ക് y ഈക്വൽ ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്കറിയാമല്ലോ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. ഇവിടെ കൊസീക്ക് വൈ ആണ്. കൊസീക്ക് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. നൗ ഈ മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ. ആ മൈനസ് അങ്ങ് മുകളിൽ കൊടുക്കുന്നു, മൈനസ് 1 ബൈ കൊസീക്ക് വൈ കോട്ട് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൊസീക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നാണ്. എൻ്റെ മറ്റോ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം കൊസീക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കൊസീക്ക് വൈക്ക് നമുക്ക് എക്സ് എഴുതാം. പക്ഷെ കോട്ട് വൈയെ എന്ത് ചെയ്യും? കോട്ടിനെയും കൂടെ കൊസീക്കിലേക്ക് മാറ്റണം. മാറ്റാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ഈ ഫോമുല കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ ഈ ഫോമുല നേരത്തെ ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ചത് കൊസീക്കിനെ കോട്ടിലേക്ക് മാറ്റാനാണ്. കൊസീക്കിനെ മാറ്റി കോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഉപയോഗിച്ചത്. അത് കോട്ട് ഇൻവേഴ്സിൻ്റെ ഡിഫറൻസ് ഡെറിവേറ്റ് ചെയ്തപ്പോഴാണ്. പക്ഷെ ഇവിടെ തിരിച്ചാണ് വേണ്ടത്. ഇവിടെ നമുക്ക് കോട്ടിനെ കൊസീക്കാക്കി മാറ്റണം. അപ്പോൾ അതിന് ഈ മൈനസ് കോട്ട് സ്ക്വയർ എക്സ് റൈറ്റിൽ പോയി 1 ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ്. ദെൻ കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ് ആണ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ കോട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ ഈ കോട്ട് വൈയെ നമുക്ക് റൂട്ട് ഓഫ് കൊസീക്ക് സ്ക്വയർ വൈ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് 1 ബൈ കൊസീക്ക് വൈ ഇൻറ്റു റൂട്ട് ഓഫ് കൊസീക്ക് സ്ക്വയർ വൈ മൈനസ് 1. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. കൊസീക്ക് വൈക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്താവും? മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. അവിടെ ആ ഡി വൈ ബൈ ഡി എക്സിലെ വൈക്ക് പകരം കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എടുത്ത് കൊടുത്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നോക്കിയാൽ സീക്ക് ഇൻവേഴ്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും ഡെറിവേറ്റീവ്. സീക്ക് ഇൻവേഴ്സിനകത്താണ് ഈ മൈനസ് ഉണ്ടാവില്ല. 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. കൊസീക്ക് ഇൻവേഴ്സ് വന്നപ്പോൾ മൈനസ് കൂടി വന്നു. അപ്പോൾ ഈ രീതിയിൽ കമ്പയർ ചെയ്യണം. സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡെറിവേറ്റീവുകൾ ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് പ്ലസ് ഒന്ന് മൈനസും. അതുപോലെ ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും തമ്മിൽ, അതുപോലെ സീക്ക് ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിൽ. അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്താൽ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കോസ് ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലുമാണ് മൈനസ് വരുന്നത്. ബാക്കി സൈൻ ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലും സീക്ക് ഇൻവേഴ്സിലും പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 6 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒരു 2 പ്രോബ്ലം നമുക്കിത് വെച്ച് ചെയ്യാം. നമ്മൾ ചെയിൻ റൂളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലമാണിത്. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൂടി കയറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയിൻ റൂൾ ഉപയോഗിച്ച് കുറേയധികം പ്രോബ്ലങ്ങൾ ചെയ്തു. പക്ഷേ അത് ചെയ്ത സമയത്ത് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രോബ്ലങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള 2-3 പ്രോബ്ലങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് ലോഗ് എക്സ്. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്ന് എടുക്കുന്നു. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചതാണ്. നമ്മൾ കുറേ പ്രോബ്ലങ്ങൾ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ചെയിൻ റൂൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ലോഗ് എക്സിനെ യു ആയി കണക്കാക്കിയാൽ, അല്ലേ, ഈ ലോഗ് റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. ലോഗ് എക്സിനെ നമ്മൾ യു ആയി കണക്കാക്കിയാൽ സൈൻ ഇൻവേഴ്സ് യു എന്നാവും. സൈൻ ഇൻവേഴ്സ് യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ. നമ്മളിപ്പോൾ പഠിച്ചതാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ. ഇവിടെ യു എന്നെടുത്തത് ലോഗ് എക്സിനെയാണ്. അപ്പോൾ എന്ത് വരും? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു എന്നെടുത്ത് ലോഗ് എക്സിനെയാണ്. അപ്പോൾ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ യു എന്നെടുത്ത ഫംഗ്ഷൻ ലോഗ് എക്സ് ആണല്ലോ, ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണത് 1 ബൈ എക്സ്. നമ്മൾ ചെയിൻ റൂൾ നന്നായി പഠിച്ച് കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് യു എന്നൊന്നും മനസ്സിൽ വിചാരിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറാണ്.
അപ്പോൾ സൈൻ ഇൻവേഴ്സ് ലോഗ് എക്സ് വന്നാൽ 1/√1 മൈനസ് ലോഗ് എക്സ് ദോൾ സ്ക്വയർ ഇൻറ്റു ദെൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാണ് 1/x. അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 × 1 1 താഴെ എക്സ് ഇൻറ്റു √1 മൈനസ് ലോഗ് എക്സ് ദോൾ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ലോഗ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതുപോലെ തന്നെയാണ്, ചെയിൻ റൂൾ തന്നെയാണ് ഇവിടെ. എങ്ങനെയാണ്? y = ലോഗ് കോസ് ഇൻവേഴ്സ് എക്സ് dy/dx = ചെയിൻ റൂളാണ്. നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിനെ യു എടുത്താൽ ലോഗ് യു എന്ന് പറയുന്ന ഫോമാണ്. കോസ് ഇൻവേഴ്സ് എക്സിനെ യു ആയി എടുത്താൽ ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്. 1/u അതാണ് 1 കോസ് ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞില്ല. ഇൻറ്റു ഇനി ആ യു എന്നെടുത്ത ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് -1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെയൊക്കെ എഴുതിയത്, ഈ കോസ് ഇൻവേഴ്സ് എക്സ് യു എന്ന് ലോഗ് യു എന്നാവും ഡെറിവേറ്റീവ് 1/u ഒക്കെ എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സ്ഥലത്ത് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട. അതൊക്കെ നമ്മുടെ മനസ്സിൽ, ഇതൊക്കെ യു എന്നെടുത്തൊക്കെ നമ്മൾ മനസ്സിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിൽ നിൽക്കേണ്ടെന്ന് മാത്രമല്ല, ഇത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ യൂന്ന് പോലും മനസ്സിൽ വിചാരിക്കേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലോഗ് എക്സിൻ്റെ 1/x ആണെന്നറിയാം, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ലോഗ് കോസ് ഇൻവേഴ്സ് എക്സ് ആകുമ്പോൾ 1 കോസ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇനി കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് -1/√1 മൈനസ് എക്സ് സ്ക്വയർ. സിംപ്ലിഫൈ എടുക്കുന്നു. 1 × -1 ഇറ്റ് ഈസ് -1/√1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് എന്നൊരു സ്റ്റെപ്പ് കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ലെറ്റ് y = സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. ഇവിടെ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോണത് സൈൻ ഇൻവേഴ്സ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചെയിൻ റൂൾ ഉപയോഗിക്കാം. കോസ് എക്സിനെ യു എന്നെടുത്ത് സൈൻ ഇൻവേഴ്സ് യു എന്നാവും. അപ്പോൾ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ 1/√1 മൈനസ് കോസ് എക്സ് ദോൾ സ്ക്വയർ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ദെൻ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ എക്സ്. അതേപോലെ ഇവിടെ കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ -1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ -1/√1 മൈനസ് സൈൻ എക്സ് ദോൾ സ്ക്വയർ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. ഇങ്ങനെയൊക്കെ എഴുതാം. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ പ്രോബ്ലം അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്കതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയാൽ, അല്പം സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ, അതായത് ഡിഫറൻഷിയേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരല്പം സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡെറിവേറ്റീവ് എഴുതാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആണെന്നും കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ കോസ് എക്സിനെ ഒന്ന് മാറ്റി സൈൻ π/2 മൈനസ് എക്സ് ആക്കുന്നു. അപ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ് സൈൻ π/2 മൈനസ് എക്സ്. അങ്ങനെ മാറ്റിയുടെ ഉദ്ദേശം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് എഴുതാം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെയും ചെയ്യുക. സൈൻ എക്സിനെ നമുക്ക് കോസ് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടുക? കോസ് ഇൻവേഴ്സ് കോസ് π/2 മൈനസ് എക്സ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π/2 മൈനസ് എക്സ് ഇറ്റ് ഈസ് π/2 മൈനസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് π/2 മൈനസ് എക്സ് അതും π/2 മൈനസ് എക്സ്. ഇപ്പോൾ ഈ π/2 π/2 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ π/2 പ്ലസ് π/2 2π/2 അത് പൈ എന്നാവും. ദെൻ മൈനസ് എക്സും ആവും -2x ആവും π-2x. അപ്പോൾ നമുക്ക് കിട്ടിയത് y = π-2x എന്നാണ്. നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്തിയില്ല, ഇതിനെ സിംപ്ലിഫൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എളുപ്പമായി. y = π-2x. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ dy/dx = പൈ കോൺസ്റ്റന്റ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2x കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമാ. അപ്പോൾ 2 ഇൻറ്റു കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1 ആണ്. അപ്പോൾ 0 - 2 എന്ന് കിട്ടും, അത് -2 ആയി. അപ്പോൾ ഇത്രയുമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിപ്പിച്ചപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളെ സിംപ്ലിഫൈ ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. കുറേ ഫോമുലകളൊക്കെ പഠിച്ചിട്ട് ആ ഫോമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഒരു എക്സ്പ്രഷൻ വരികയാണ്, x = tan θ എന്നോ sin θ എന്നോ ഒക്കെ ട്രിഗണോമെട്രി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അത്തരം പ്രോബ്ലം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ആ ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരും. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഒരുപാട് പ്രോബ്ലം നമ്മളത് വെച്ച് ചെയ്തതാണ്. അത് സെയിം തന്നെ, അതേ സംഭവം തന്നെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ആ ഒരു സെക്ഷൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സിംപ്ലിഫിക്കേഷൻ
അത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, മറ്റ് ട്രിഗണോമെട്രിക് ഫോമുലകൾ ഉപയോഗിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതൊന്ന് നന്നായി നോക്കിയാൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന, ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.